ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ മലമ്പുഴത്തെ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിനി എങ്ങനെ പോണേന്ന് വെച്ചാൽ ഇങ്ങനെ നടന്നു പോവുക, നടക്കുക അറിയുന്നുണ്ട്. ടയേർഡായിട്ടുണ്ട്. ചിന്നിയാനിലേക്ക് കോമഡി പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. സനമോളും ഒക്കെ യോയോ കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നടക്കണം കേട്ടോ. മലമ്പുഴ ഏച്ചിയൊക്കെ അപ്പുറം ഇരിക്കുന്നുണ്ട്. എന്തായാലും ശരി, അതൊന്നും കാണാൻ നിന്നില്ല. അതിനേക്കാളും വലുതാണ് ഇതാണ്ടോ ഈ കുട്ടികൾ ഭയങ്കര ടാസ്ക്കാണ്. ഈ കുട്ടി യോയോ കാണിക്കുന്നുണ്ട്. കുട്ടികൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ മേയ്ക്കാൻ നല്ല പാടാണ് കേട്ടോ. ഒന്നിനെ അങ്ങോട്ട് വിളിച്ചാവുന്ന അങ്ങോട്ട് ഓടും, അതാണ് സൈസ്. അങ്ങനെ ഇവനിങ്ങനെ മാനത്ത് കൂടെ പോവുക അറിയുന്നുണ്ട് മിച്ചു. മാനത്ത് കൂടെ പോവാന്ന് പറയുന്നത് ഇവന് എന്തിനാ പറയണതെന്ന് വെച്ചാൽ റോപ്പിൽ കയറാനാണ് കേട്ടോ. അങ്ങനെ മാനത്ത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും മല്ലിക്കിളിക്ക് ഇവിടുത്തെ നെല്ലിക്ക വേണമെന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് നെല്ലിക്കയ്ക്ക് 30 രൂപ കേട്ടോ. എന്തായാലും ഇവർ നല്ല സമ്പാദിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ കടയത്തോർ. ഇവിടെ കണ്ടോ, അവൻ തെറ്റിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് നെല്ലിക്കയെന്ന് എല്ലാവരും കൂടെ എടുത്താൽ മതി. അപ്പോൾ അവന് വേറൊരു ഗ്ലാസ് നെല്ലിക്ക വേണമെന്ന് കണ്ടോ തെറ്റിയിരിക്കണത്. അങ്ങനെ അതും കഴിഞ്ഞ് അവൻ ഇങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് വിടുന്നപ്പോഴും നമ്മളാകെ ടയേർഡായിട്ടോ. ആരും കാണാനില്ല. കുഞ്ഞാമാരും ആപ്പാരൊക്കെ ഒക്കെ വേറെ വേറെ ആയിപ്പോയി തോന്നുന്നു. എന്തായാലും ശരി, ഞാനും ശിവിയും ഓരോ ഗ്ലാസ് ചായയും ഓരോ മുളക് ബജിയും വാങ്ങിയിട്ടോ. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളത് അവിടെ ഇരുന്ന് കഴിക്കുമ്പോഴേക്കിനും ബാക്കിൽ അടി തുടങ്ങിയിരുന്നു. അടി ആരൊക്കെയാണ്? അഞ്ചും അല്ലുക്കിലിയും. അതും കഴിഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ട് ഈ മലയാറ്റൂർ മല കയറണത് പോലെ ഈ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് നമ്മൾ എങ്ങടെ പോണത്? മേലത്തെ പാലം കണ്ടല്ലോ. ഒരു എന്താ പറയുക അതിന്. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ആപ്പ ചിരിച്ച് നിൽക്കുന്നുണ്ട്. സംഭവം കുഴഞ്ഞിരിക്കുകയാണ്. അസാപ്പ കുഞ്ഞാമ്മ എവിടെ തിരയുന്നുണ്ട്. പിന്നെ സനമോള് ടാറ്റ കാണിച്ചെന്ന്. ഓക്കെ സനമോളെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാലത്തിൻ്റെ മേലെ കൂടെ അങ്ങനെ നടക്കുക കേട്ടോ. കണ്ടോ, അടിയിൽ വെള്ളമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. എന്തായാലും ശരി, എല്ലാവരും എന്നെ ചീത്ത പറയുന്നുണ്ട്. അത്ര ഹീലുള്ള ചെരുപ്പിട്ട് നടക്കേണ്ടി, കാരണം കാലിൻ്റെ പണി പോയി. ആപ്പയ്ക്ക് എന്നെ നല്ല ഉപദേശിക്കുകയാണ്, കാരണം ഇത്ര ഹീലുള്ള ചെരുപ്പിട്ട് നടക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ആരെയും കാണണ്ടേ. എല്ലാവരും സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല ടയേർഡായിടോ. ആക്കിയൊക്കെ ഇരുന്ന് ഫോണിൽ കളിക്കാൻ തുടങ്ങി. സിയൊക്കെ നല്ല ക്ഷീണിച്ചിട്ടോ. ഷെമിമോളെ കുഞ്ഞാമാൻ്റെ കാര്യം പറയണ്ട. ചിന്നയൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആപ്പാരൊക്കെ റിലാക്സ് ചെയ്തിരിക്കൽ തുടങ്ങി. കുഞ്ഞാമ്മ ഡാനിനെ കൊഞ്ചിനുണ്ട്. ഡാനി ഉറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നുണ്ട്. ആപ്പ ആലോചിച്ചിരിക്കുന്നുണ്ടോ നോക്കട്ടേന്ന്. ആപ്പ ഫോട്ടോയ്ക്ക് എതിരാണ് കേട്ടോ. ആപ്പാനെ എങ്ങനെയൊക്കെയും മെരുക്കി കൊണ്ടുവരില്ലാണ് ഫോട്ടോ എടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ പോസ് ചെയ്ത് നിൽക്കും, പറയേണ്ട താമസമുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ കണ്ടോ ട്രെയിന് പോണതുപോലെ ഒരു വരാം. പക്ഷേ എല്ലായിടത്തും കൂടി പോലീസ് ഉണ്ട് കേട്ടോ. അത് നല്ലൊരു ഉപകാരമാണ്. കാരണം എവിടെയും ഒരു കച്ചറയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് ധൈര്യം അല്ലേ. പിന്നെ വൈകുന്നേരം ഇങ്ങനെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞു, ചായ കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ പാലത്തിൻ്റെ മേലെ കൂടെ കയറി. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടോ. ഈ കിളിയുടെ കളി ഒന്ന് കാണട്ടെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.